കഷ്ടപ്പെട്ട പൈസയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാരതീയ ഹിന്ദുലീഗ് ഈ ദേശീയ സംഘടന എല്ലാ ഹൈന്ദവർക്കും അവിടെ ചെറുമനോ പണിയോ നായരോ നമ്പൂരി എടുത്ത് എന്റെ ഇതവിടെ എല്ലാരും ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ നമ്മൾ ഹിന്ദുവാണ്. അവിടെ ജാതിയില്ല. മനസ്സിലുണ്ടോ? അവനവന്റെ ജാതി എന്റെ ജാതി എന്ത് ജാതി തേങ്ങപ്പണ്ണാക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജാതി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുമയോടെ സ്നേഹത്തോടെ ഐക്യതയോടെ പരസ്പരം സ്നേഹിക്കും. ഉള്ളവൻ ഇല്ലാത്തവരെ സഹായിക്കുക, സന്തോഷമായിരിക്കുക. ഒരിക്കലും കള്ളിന് വേണ്ടി രാവിലെ കഷ്ടപ്പെട്ട് പട്ടിപ്പണ്ട് എടുത്തിട്ട് 500 നോട്ടുണ്ടാക്കിയിട്ട് ഓടിപ്പോയി ബീവറേജിൽ പോയി ക്യൂ നിൽക്കുന്ന സംസ്കാരമായിരുന്നു മാറ്റം വരണം. നമ്മുടെ മക്കൾ അത് കണ്ടുപിടിക്കാണ്. അവരൊക്കെ പഠിച്ച് IAS IPS ഡോക്ടറും എഞ്ചിനീയർ ആവേണ്ട കുട്ടികളാണെന്നൊക്കെ. അവരെയൊക്കെയാണ് നമ്മൾ സ്കൂൾ പഠിപ്പിക്കാതെ സ്കൂളിൽ വിടാതെ എല്ലാവരും തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നറിയോ? ശ്രദ്ധിക്കൂ, നിങ്ങൾ ലേശം അറിവുള്ള ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും മന്ദപ്പന്മാരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ ആളുകളെ കുറച്ച് മര്യാദ കാട്ടി രാവിലെ സ്കൂളിൽ പോകാത്ത കുട്ടികളെ അടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സ്കൂളിലേക്ക് വിടണം. സ്കൂളിലുള്ള ദിവസങ്ങൾ ഒരു കുട്ടികളും സ്നേഹാലയത്തിലേക്ക് വരാൻ പാടില്ല. എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ മക്കൾ വരാവൂ. അല്ലാത്ത ദിവസങ്ങളിൽ ആരും തന്നെ ദയവ് ചെയ്ത് വിടരുത്. കാരണം വിട്ടുകഴിഞ്ഞാൽ സ്നേഹാലയത്തിന് മോശമാണ്. കാരണം സ്നേഹാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നല്ലന്തണി ഗ്രാമം മാത്രമല്ല, മുതിരി, കൊട്ടുപാറ, പെരുമ്പാടം, പെരുമ്പത്തൂർ, വടവറ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇനി സഹായിക്കാൻ പോവാണ്. ഈ നിലമ്പൂർ മണ്ഡലം മാത്രമല്ല 14 ജില്ലയിലും നമ്മളുടെ ചിന്തിച്ചു നോക്കി. നക്കുപ്പിന് ഗതി ഇല്ലെങ്കിൽ പോലും ഞാൻ കഞ്ഞി കുടിച്ച് ഞാൻ നമ്പൂരി കേട്ടോ എന്റെ പുള്ളിൽ വലിച്ചു നിർത്തി ഞാൻ ഇരുന്നാ പോരെ. അത് മാറ്റം വരുത്താനാണ് ഞാൻ ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് ഓരോ ആദിവാസി മൂപ്പന്മാരുടെ കാല് കഴുകി അവർക്ക് പാദ നമസ്കാരം ചെയ്യുകയാണ് ഞാൻ. എന്തിനാണെന്നറിയോ? ഫേസ്ബുക്കിൽ ഫോട്ടോ കിട്ടാനല്ല, എന്നിട്ട് ലൈക്കും 2 കമന്റും കിട്ടാനല്ല. നമ്മളെ ജാതിയുടെ അകലം കുറയ്ക്കണം, വൃത്തിയായി നടക്കണം. നമ്മുടെ കുട്ടികൾ വൃത്തി കുറവാണ്, അറിയാലോ. കുടി ചെയ്യുന്നില്ല, എണ്ണ തേക്കുന്നില്ല, കുടിക്കുന്നില്ല. കാശിലേക്കാണോ? കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ കൊണ്ട് നമ്മൾ എണ്ണ കഴിക്കുന്നത് എല്ലാം ഉണ്ട്. പക്ഷെ നോക്കാൻ പറയാനും നമ്മൾക്ക് ആരുമില്ല, പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഹിന്ദുക്കളിൽ ആരുമില്ല. ആരും വന്നത്തിന് 2 നാമം ചൊല്ലി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? വായ തോന്നുന്ന 2 വർഷം പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഒരു നാണം മാനം ഉണ്ടാവരുത്. കാരണം എനിക്ക് പറഞ്ഞ ഒരു കാര്യമില്ല. എന്റെ ഭാര്യ ഡോക്ടറാണ്, എനിക്ക് ചെന്ന് എന്നെ ചോറ് കിട്ടും. ഞാൻ അമ്പലത്തിൽ പൂജയ്ക്ക് പോകുന്നുണ്ട്, എനിക്ക് ചെറിയ വെട്ടിക്കടന്ന് ഗുരുവായൂര്. ആ കടയിലൊക്കെ വരുമാനങ്ങളുണ്ട്. സ്നേഹാലയൊക്കെ കൂട്ടിപ്പോയാലും എനിക്കിവിടെ ഒന്നുമില്ല. എന്നിട്ടും നാട് നന്നാവും. നമ്മുടെ ഹിന്ദുക്കളെ നന്നാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ പറയില്ല. ഒരു നാക്കാപ്പിന്റെ 100 രൂപയ്ക്ക് വേണ്ടി മതം മാറുന്ന 2 ബക്കറ്റിന് 2 പായം കിട്ടുമ്പോൾ 100, 200, 200, 300 ഓട്ടം ഒഴിച്ച് കുടുംബം നോക്കുന്ന മുസൽമാനാ. ഓർക്കും വേണമെങ്കിൽ പോയി കൂടെ ചേട്ടന്മാർ വിളിച്ചാല് ഹിന്ദുക്കളെ വിളിച്ചാൽ പോവോ? ഇല്ല, അവർക്ക് അവരുടെ മതമാണ് വരുന്നത്, അവരുടെ സംസ്കാരവും ആചാരവും അവരുടെ കുട്ടികളുടെ ഉന്നതിയാണ് അവർക്ക് വരുന്നത്. അതേപോലെ നമ്മളും കാത്തു പിടിക്കാം. എന്നെ കൊണ്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിണ്ടാവും, ക്ഷമിക്കണ്ട. Thank you.